So continue from where we left off. നമ്മൾ അവസാനം പറഞ്ഞത് ലോസ് ആൻഡ് തിയറംസ് അല്ലേ ആണോ? ഇനി നമുക്ക് ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്ററിന്റെ കാര്യങ്ങൾ എൽ സി ആൻഡ് ആർ. LCR സർക്യൂട്ട് അല്ല, LC&R. അപ്പോൾ ഇവിടെ ഇൻഡക്ടർ, കപ്പാസിറ്റർ ആൻഡ് റെസിസ്റ്ററിന്റെ കാര്യങ്ങൾ സംസാരിക്കണമെങ്കിൽ in order to speak about that, let us initially speak about resistor. കാണുന്നുണ്ടോ resistor? Yes, sir. Resistance SI unit ohm. Scalar quantity ആണോ വെക്ടർ ക്വാണ്ടിറ്റി ആണോ? Scalar quantity. Parallel combination of resistor ആണെങ്കിൽ 1/Rp is equal to 1/R1 plus 1/R2 അല്ലേ? Yes, sir. Series combination of resistor ആണെങ്കിൽ Rs is equal to R1 plus R2 അല്ലേ? Yes, sir. Series combination of resistorൽ കറണ്ട് സെയിം ആയിരിക്കും, പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്ററിൽ വോൾട്ടേജ് സെയിം ആയിരിക്കും അല്ലേ? ആണോ? Yes, sir. Yes, sir. റെസിസ്റ്റൻസിന് റിലേറ്റ് ആയിട്ടുള്ള ഫോർമുല R is equal to V/I പഠിച്ചിട്ടില്ലേ? റെസിസ്റ്റൻസ് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ആൻഡ് കറന്റ്. Yes, sir. R is equal to rho L by A. Resistance in terms of resistivity. Rho ആരാ? Resistivity അല്ലെങ്കിൽ specific resistance. L length of the conductor, A area of cross section. ഓർക്കുന്നില്ലേ? Yes, sir. Yes, sir. Resistance in terms of relaxation time ആണെങ്കിൽ R is equal to ML divided by NE square A tau അല്ലേ? Resistance in terms of relaxation time, whose tau? Relaxation time. Relaxation time. അതേപോലെ റെസിസ്റ്റൻസിന് നമ്മൾ ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ആൽഫ ആർ സീറോ ഡെൽറ്റ ടി. ഹാവ് വി ലേൺഡ് ഡെൽറ്റ ആർ ഇസ് ഈക്വൽ ടു ആൽഫ ആർ സീറോ ഡെൽറ്റ ടി, വേർ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ആൽഫ ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ്, ആർ സീറോ ഇനീഷ്യൽ റെസിസ്റ്റൻസ്, ഡെൽറ്റ ടി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ. പഠിച്ചിട്ടില്ലേ? Yes, sir. Yes, sir. Yes. അതേപോലെ റെസിസ്റ്ററിൽ ഈ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കപ്പാസിറ്ററിന്റെ കേസിൽ സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റർ ആണ്. ഫോർമുല CS is equal to ആണോ 1/CS is equal to ആണോ? 1/CS. 1/CS is equal to 1/C1 plus 1/C2 plus etc. സീരീസ് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്ററിൽ എന്ത് സെയിം ആയിരിക്കും? വോൾട്ടേജ് ആണോ ചാർജ് ആണോ? ചാർജ് സെയിം ആയിരിക്കും അല്ലെ? സീരീസ് കോമ്പിനേഷൻ കപ്പാസിറ്ററിൽ ചാർജ് സെയിം ആയിരിക്കും, ഓർക്കുന്നില്ലേ? Yes, sir. Yes, sir. Parallel combination of capacitor Cp is equal to C1 plus C2 plus etc. അല്ലേ? ആണോ? Yes, sir. Yes, sir. Next, let us speak about the resistivity branch. നിങ്ങൾക്ക് റെസിസ്റ്റൻസിന്റെ ഉള്ളിൽ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് കണ്ടല്ലേ? റോ. Yes, sir. The Yes, SI sir. unit of resistivity is ohm meter. SI unit of resistivity എന്താണ്? Ohm meter അല്ലേ? ആണോ? Yes, sir. Yes. The resistivity is having one relation, RA by L, rho equal to RA by L. Another relation, M divided by NE square tau അല്ലേ? Yes, sir. കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരാളെ പഠിച്ചിട്ടുണ്ട്, സിഗ്മ, വിച്ച് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് റെസിസ്റ്റിവിറ്റി. കണ്ടക്ടിവിറ്റിയും കറണ്ട് ഡെൻസിറ്റിയും തമ്മിലുള്ള ബന്ധം J ഈക്വൽ ടു സിഗ്മ ഇ. അതിനാണ് ഓംസ് ലോ ഇൻ വെക്ടർ ഫോം എന്നൊക്കെ പറയാറില്ലേ? ക്ലിയർ? Yes, sir. യെസ്. അപ്പൊ നമ്മള് റെസിസ്റ്റൻസിന് റിലേറ്റ് ആയിട്ടുള്ള ആ ഒരു ബ്രാഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ? സോ നൗ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ ബ്രാഞ്ച് ഫോർ കപ്പാസിറ്റൻസ്. കപ്പാസിറ്റൻസിന്റെ ബ്രാഞ്ചില്
കപ്പാസിറ്റൻസിൽ SI യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് എന്താണ്? ഓം ആണോ ഫാരഡ് ആണോ? Farad. 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 And capacitance is having one general formula, C is equal to Q by V. അല്ലേ? Capacitance C is equal to Q by V. പഠിച്ചിട്ടില്ലേ? Yes, sir. Yes, For sir. a spherical conductor, we have learned the capacitance as 4 pi epsilon 0 R. പഠിച്ചിട്ടില്ലേ? Spherical conductor Yes, sir. capacitance. അതേപോലെ n identical liquid drops combine ചെയ്യുന്ന situations വെച്ചുള്ള problems പറഞ്ഞിട്ടില്ലായിരുന്നോ? Liquid drop combining problems. Yes, sir. Yes, sir. n identical liquid drops combine ചെയ്യാണ്. Total charge is equal to nq1. Final radius will be n raised to 1 by 3 r1. Final capacitance will be C2 is equal to n raised to 1 by 3 c1. Final potential will be V2 is equal to n raised to 2 by 3 V1. Final potential energy U2 is equal to n raised to 5 by 3 U1. പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? Yes, sir. Yes, sir. Yes. We have learned all these things. Next, parallel plate capacitor. ഓർക്കുന്നില്ലേ? Parallel plate capacitor എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ഭാഗം. Yes, sir. Parallel plate capacitor without dielectric ആണെങ്കിൽ, parallel plate capacitor without dielectric ആണെങ്കിൽ epsilon 0 A divided by D. ഓർക്കുന്നില്ലേ? Yes, sir. Yes, sir. Completely filled with dielectric ആണെങ്കിൽ K epsilon 0 A by D. Completely filled with dielectric. അല്ലേ? Where K is the dielectric constant. ഓർക്കുന്നുണ്ടോ? Yes, sir. Yes, sir. Completely filled with dielectric കാര്യം പറയാം. അടുത്തതായിട്ട് partially filled with dielectric ആണെങ്കിൽ epsilon 0 A divided by D minus T plus T by K. അല്ലേ? പഠിച്ചിട്ടില്ലേ? T thickness ഉള്ള ഡയലക്ട്രിക്കിനെ ഫിൽ ചെയ്താല്? Yes, sir. Yes. ഇനി if the capacitor is filled with a conducting slab of thickness T വെച്ചിട്ട് capacitor fill ചെയ്തിട്ടുണ്ടെങ്കിൽ epsilon 0 A divided by D minus T. അല്ലേ? Clear? Yes, sir. ഇതൊക്കെയാണ് കപ്പാസിറ്ററിലെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടന്റ് ഫോർമുലാസ് അല്ലേ? പിന്നെ have you learned about energy stored in a capacitor? There is 3 Yes, sir. formulas. Half CV square, Q square by 2C, QV by 2. Isn't this the 3 formulas for energy stored in a capacitor? അല്ലേ? ഓർക്കുന്നുണ്ടോ? Yes, sir. Yes, sir. Yes. Energy density of a capacitor, that is energy stored per unit volume. Energy stored per unit volume, energy density എന്ന് പറയുന്നത് small u is equal to half epsilon 0 E square. ഓർക്കുന്നുണ്ടോ? Do you remember this? Yes, sir. Yes. Energy density, energy stored per unit volume. അല്ലേ? അപ്പൊ കപ്പാസിറ്റർ എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചിനെയും നമുക്കിപ്പോ മനസ്സിലായി അല്ലേ? Did we revise capacitor also? Yes. Yes. Now going into inductor. Inductorൽ self inductance ഉണ്ട്. Self inductance ന് SI യൂണിറ്റ് ഹെൻറി ആണെന്ന് അറിയാം അല്ലേ? അറിയാമോ? Yes, sir. Yes, sir. ഫ്ലക്സും സെൽഫ് ഇൻഡക്ടൻസും തമ്മിലുള്ള ബന്ധം phi is equal to Li. Have you learned it? Phi magnetic flux, L self inductance, I current. Do you remember that? Yes, sir. Yes, sir. Yes. മൈക്കിൾ ഫാരഡേയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനെ ഇവിടെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻഡ്യൂസ്ഡ് EMF is equal to minus L into di by dt. Do you remember this? Yes, sir. Yes. ഇനി സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡ്. സെൽഫ് ഇൻഡക്ടൻസ് ഓഫ് എ സോളിനോയിഡിന് 2 ഫോർമുല പഠിച്ചിട്ടില്ലേ? mu0 n square A divided by L. അത് ക്യാപിറ്റൽ N ആണോ സ്മോൾ n ആണോ? Capital N.
Capital N. What's capital N? Is it number of turns per unit length or total number of turns? Total number Total of turns. number of Total turns. number of turns. അതേപോലെ number of turns per unit length in terms ആണ് mu 0 n square al. Can you see this? Yes. Yes. Self inductance കൂടാതെ mutual inductance എന്ന് പറയുന്ന ഒരാളെയും പഠിച്ചിട്ടില്ലേ? Mutual inductance M. Yes, sir. The SI unit is Henry itself. Now the formula for mutual inductance of a solenoid with respect to another solenoid is mu 0 n1 n2 a divided by L. അല്ലേ? ആണോ? Yes or no? അതിലുള്ള A എന്ന് പറയുന്നത് smaller coilന്റെ area. Whatever the coil is, smaller coilന്റെ area ആണ് A. Clear? Yes, sir. Yes, sir. നമ്മൾ പഠിച്ച ഡയഗ്രത്തിൽ ലാർജർ കോയിലിന്റെ ഉള്ളിൽ കൂടെ കറണ്ട് പാസ് ചെയ്തിട്ട് സ്മോളർ കോയിലിന്റെ ഫ്ലക്സ് കണ്ടുപിടിക്കുന്ന ആ സിറ്റുവേഷൻ ആണ് നമ്മൾ ചെയ്തത് അല്ലെ? ഡെറിവേഷൻ ഡിറൈവ് ചെയ്തത് ഓർക്കുന്നുണ്ടോ? Yes, sir. യെസ്. ഇനി വാട്ട് എവർ കോയിൽ ഇറ്റ് ഇസ്, എ എന്ന് പറയുന്നത് സ്മോളർ കോയിലിന്റെ ഏരിയ ആണ്, ഓർത്ത് വെച്ചോ. ഓക്കെ. Now let us move on to our next branch, which is, can you see a branch which is current? ഞാൻ പറഞ്ഞു ഇത് ചാപ്റ്ററിന്റെ ഓർഡറിലല്ലല്ലോ നമ്മൾ ഇവിടെ ഹൈറാർക്കിയിൽ ചെയ്ത്, ആണോ? No, sir. അല്ല. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നാൽ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും. എങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റും? സെൽഫ് ഇൻഡക്ടൻസിന് mu 0 n square a by L ആണെങ്കിൽ മ്യൂച്വൽ ഇൻഡക്ടൻസിന് n സ്ക്വയറിന് പകരം n1 n2 ആണ്, ആണോ? Yes, sir. സെൽഫ് ഇൻഡക്ടൻസിന്റെയും മ്യൂച്വൽ ഇൻഡക്ടൻസിന്റെയും SI യൂണിറ്റ് എന്താണ്? ഹെൻറി തന്നെയാണ്, അല്ലേ? Yes or no? Yes, sir. Yes, sir. The next branch that we can make is current എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച്. കറണ്ടില് DC കറണ്ടിനെ പറ്റിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളുടെ ആദ്യത്തെ ചാപ്റ്ററിലൊക്കെ പറയുന്നത് അല്ലേ? So Yes, sir. let's speak about DC current. It is denoted by I. According to Ohm's law, it is V by R. According to the rate of flow of charge, it is dq by dt. In terms of drift velocity, Vd, it is NaVDE. ഓർക്കുന്നില്ലേ? In terms of current Yes, sir. density, it is J dot A. ഇതൊക്കെ കറണ്ട് കണ്ടുപിടിക്കാനുള്ള പല പല ഫോർമുലാസ് കാണുന്നുണ്ടോ? Yes, sir. J Yes, is sir. current density and J equal to sigma E എന്നുള്ളത് നമ്മൾ രണ്ട് സ്ഥലത്ത് വേറെ സ്ഥലത്തും പറഞ്ഞു അല്ലേ? അല്ലേ? കറണ്ട് ഫ്ലോൺ പെർ യൂണിറ്റ് ഏരിയനല്ലേ കറണ്ട് ഡെൻസിറ്റി, ആണോ? Yes, sir. Yes. ഇനി do you remember drift velocity? Average velocity attained by an electron between successive collision. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? Drift velocity. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും തമ്മിലുള്ള ബന്ധം VD equal to EE tau by M. ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈം തമ്മിലുള്ള ബന്ധം എന്താ? VD equal to EE tau by M. Do you remember that? Yes, sir. Yes. ഇനി മൊബിലിറ്റി എന്ന് പറയുന്ന ഒരാൾ ഓർക്കുന്നുണ്ടോ? മ്യൂ മൊബിലിറ്റി. It is Yes, sir. drift velocity per unit electric field. പഠിച്ചിട്ടില്ലേ? ഡ്രിഫ്റ്റ് വെലോസിറ്റി per unit electric field mobility. Yes, sir. Yes. മൊബിലിറ്റിനെ നമുക്ക് E tau by M എന്നുള്ള റിലേഷനും ഉപയോഗിക്കാം അല്ലെ? മൊബിലിറ്റി കണ്ടുപിടിക്കാൻ we are having E tau by M also. പഠിച്ചിട്ടില്ലേ? Yes, sir. Yes. Yes. കറണ്ടിൽ നിന്ന് EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെ? EMF കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് I into capital R plus small r, where capital R എന്ന് പറയുന്നത് ഇന്റേണൽ റെസിസ്റ്റൻസ് ആണോ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണോ? ക്യാപിറ്റൽ R External resistance. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. സ്മോൾ r എന്ന് പറയുന്നത് ആരാണ്? Internal resistance. ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇനി EMF-ന് വോൾട്ടേജുമായിട്ടുള്ള ബന്ധം E is equal to V plus IR അല്ലേ? ആണോ? Yes, sir. EMF വോൾട്ടേജും തമ്മിലുള്ള റിലേഷൻ E is equal to V plus IR. Who is V? Voltage. Voltage. Small r ആരാ?
Internal resistance. Internal resistance. Capital R ആരാണ്? External resistance. External resistance. In the case of series combination of cells, series combination effective EMF is equal to E1 plus E2 plus etc. The total Sir. internal resistance RS is equal to R1 plus R2 plus etc. Have you learned this? Sir. Yes. Sir, മറ്റേ EMF-ന്റെ ഒരു ഇക്വേഷനും കൂടി ഉണ്ട്, മറ്റേ ചാർജ് ചെയ്യുമ്പം ഉണ്ടാവുന്ന ഒരു ഇക്വേഷനും. ചാർജ് ചെയ്യുന്ന സമയത്തും ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാല് ഇത് നമ്മളുടെ നോർമൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഡിസ്ചാർജിങ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഇതിനെ ചാർജ് ചെയ്യുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാല് ഇതിന് വേറൊരു റിലേഷൻ ഉണ്ടാവും, നമുക്കത് പ്രോബ്ലം ചെയ്യുമ്പോൾ പറയാം. അവിടെ എന്ത് ചെയ്യുന്നുണ്ടാല് വോൾട്ടേജ് വലുതായിരിക്കും EMF-നേക്കാൾ. ഓക്കെ, നമുക്ക് അതിന്റെ റിവിഷന്റെ സമയത്ത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോ പറയാം. ഇപ്പം നമ്മൾ ഇവിടെ എങ്ങനെ നോട്ടെ. ഇപ്പം നമ്മളുടെ ഈ സിറ്റുവേഷൻ നോർമൽ സിറ്റുവേഷൻ ഒക്കെ തന്നെയാണ്. ഇനി ബാറ്ററീനെ ചാർജ് ചെയ്യുന്ന സിറ്റുവേഷനിൽ നമുക്ക് ഇവിടുന്ന് ചെറിയൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോർമുല നമുക്ക് പഠിക്കാണ്ട്. I'll speak that in our problem solving situation. Okay, ഇവിടെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള സമയം എന്താ ബാറ്ററി യൂസ് ചെയ്യുന്ന ഡിസ്ചാർജ് ചെയ്യുന്ന സമയല്ലേ, ആ സമയത്ത് EMF ആണോ വോൾട്ടേജ് ആണോ വലുത്? വോൾട്ടേജ്. EMF. The normal situation EMF is slightly greater than voltage. EMF ആണ് വോൾട്ടേജിനേക്കാൾ കുറച്ച് കൂടുതൽ. ഓക്കെ അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ അല്ലേ. ഒരു ഇന്റേണൽ റെസിസ്റ്റൻസിൽ ഒരു പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സംഭവിക്കും, അപ്പം വോൾട്ടേജ് EMF-നേക്കാൾ കുറച്ച് കുറവായിരിക്കും അല്ലേ. നമ്മളെ നോർമൽ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബാറ്ററി യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ബാറ്ററിനെ ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ, അതായത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, the next thing, in the parallel combination of cells, നമുക്ക് എന്ത് ചെയ്യാന്നാല് EP by RP is equal to E1 by R1 plus E2 by R2 plus etc. Have you learned this? Yes. Yes or no? Yes, sir. And we have learned 1 by RP is equal to 1 by R1 plus 1 by R2 plus etc. Idenda effective internal resistance alle. Do you remember this? Yes sir. Yes, sir. ഇനി അടുത്തതായിട്ട് AC കറണ്ട് കാണുന്നുണ്ടോ? Yes, sir. AC കറണ്ടിന്റെ സിറ്റുവേഷനിൽ ഇൻഡക്റ്റൻസിൽ V0 sin omega t എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ആണ് നമ്മൾ ഇവിടെ ഒക്കെ കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ഇൻഡക്റ്റൻസിന്റെ കേസിൽ കറണ്ട് കിട്ടുക എങ്ങനെയാ? I0 sin omega t minus pi by 2. Do you remember this? Yes. Current lag by an angle of pi by 2 അല്ലേ. അവിടെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് XL is equal to ആര്? L omega അല്ലേ. ഇൻഡക്റ്റീവ് റിയാക്ടൻസിന്റെ SI യൂണിറ്റ് ഓം അല്ലേ ആണോ? Yes sir. Yes. കപ്പാസിറ്ററിന്റെ സിറ്റുവേഷനിലാണെങ്കിൽ V0 sin omega t കൊടുക്കുമ്പം നമുക്ക് കിട്ടുന്ന കറണ്ട് I0 sin omega t plus pi by 2. Do you remember this? Yes. Yes. In a purely capacitive circuit, current lead ചെയ്യോ lag ചെയ്യോ? Capacitor only circuit current lead ചെയ്യോ lag ചെയ്യോ? Lead. Capacitor only circuit current leads by an angle of pi by 2 അല്ലേ. The total obstruction offered by capacitor to the flow of current നെ capacitive reactance എന്ന് വിളിക്കും. Capacitive reactance കണ്ടുപിടിക്കാനുള്ള ഫോർമുല XC is equal to 1 by C omega. Do you remember this? Yes sir. Yes. XC is equal to 1 by C omega. അതേപോലെ റെസിസ്റ്റൻസ് ഓൺലി സർക്യൂട്ട് അല്ലെ റെസിസ്റ്റർ ഓൺലി സർക്യൂട്ടിലാണെങ്കിൽ V0 sin omega t കൊടുക്കുമ്പോൾ I0 sin omega t തന്നെ കിട്ടും അല്ലേ ആണോ? Yes sir. Yes. അങ്ങനെയാണ് കറണ്ട് ഇൻ ഫേസ് വിത്ത് വോൾട്ടേജ് ആണ് റെസിസ്റ്റീവ് സർക്യൂട്ടില്. അവിടെ ഈ റെസിസ്റ്റർ ഒമേഗ എന്ന് പറയുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലല്ലോ. ഇല്ല. No sir. But XC and XL is depending omega.
ഒമേഗ മാറുന്നതനുസരിച്ച് എക്സിയും എക്സൽ ഒക്കെ മാറും, പക്ഷെ ആറ് മാറൂല. ക്ലിയർ? Yes, Yes, sir. sir. Yes. In the case of LCR series circuit, LCR series circuit V is equal to V0 sin omega t കൊടുക്കുകയാണെങ്കിൽ we are going to get a current of I0 sin omega t plus or minus 5 അല്ലേ? ചിലപ്പോൾ +5 ആവും, ചിലപ്പോൾ -5 ആവും. അപ്പോൾ I0 sin omega t plus or minus 5 എന്നല്ലേ എഴുതേണ്ടത്? ആണോ? Yes, sir. യെസ്. അതില് VL greater than VC ആണെങ്കിൽ -5 ആയിരിക്കും, VC greater than VL ആണെങ്കിൽ +5 ആയിരിക്കും. Do you remember that? Yes, sir. Yes. The total impedance of LCR series circuit എന്താ? The total impedance of LCR series circuit is root of XL minus XC the whole square plus R square അല്ലേ? This is the total impedance of LCR series circuit. Do you remember this? Yes, sir. XL Yes, ആരാണ്? XL ആരാണ്? XL നെ വിളിക്കുന്ന പേരെന്താ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് അല്ലേ? ഓർമ്മല്ലേ? XL ആരാ? Inductive reactance. XC ആരാണ്? XC Capacitive reactance. കപ്പാസിറ്റീവ് റിയാക്ടൻസ് അല്ലേ? ഇവിടെ RES എഴുതിയത് എന്ത് സിറ്റുവേഷനാ? റെസണൻസ് സിറ്റുവേഷൻ ആണോ? റെസണൻസ് സിറ്റുവേഷൻ. ഡു യു റിമെമ്പർ റെസണൻസ് സിറ്റുവേഷൻ? റെസണൻസ് എന്ന് പറയുന്നത് XL ഈക്വൽ ടു XC ആവുന്ന സിറ്റുവേഷൻ അല്ലേ? ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കപ്പാസിറ്റീവ് റിയാക്ടൻസിന് ഈക്വൽ ആവുന്ന സിറ്റുവേഷൻ അല്ലേ? ആണോ? Yes or no? Yes, sir. In that situation, the value of Z will become R. ഓർക്കുന്നുണ്ടോ? The value of Z, XL equal to XC situation, Z is equal to എന്താവും? R. R അല്ലേ? ഇംപീഡൻസ് Yes, sir. റെസിസ്റ്റൻസ് ആവും. LCR സർക്യൂട്ട് റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട് മാതിരി ബിഹേവ് ചെയ്യും. അവിടെയുള്ള ഫ്രീക്വൻസിനെ റെസണൻസ് ഫ്രീക്വൻസി എന്ന് വിളിക്കും അല്ലേ? The frequency that is to be given to become XL equal to XC, resonance frequency. What is the value of resonance frequency? What is the value of resonance frequency? 1/2 pi into root of LC. 1/2 pi into root of LC. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആവറേജ് പവർ ഇൻ വൺ കംപ്ലീറ്റ് സൈക്കിൾ ഓഫ് എൻ LCR സർക്യൂട്ട് പഠിച്ചിട്ടില്ലേ? Have you learned average power in one complete cycle? Yes, of sir. an? Yes. VRMS IRMS cos phi അല്ലേ? Average power in one complete cycle of an Yes, sir. LCR circuit. Yes. അതില് cos phi എന്ന് പറയുന്ന ആളെ നമ്മൾ എന്ത് വിളിച്ചിട്ടുണ്ട്? Do we remember cos phi is power factor? Yes, sir. Yes. Yes. Cos phi power factor അത് R/Z എന്നുള്ള റിലേഷൻ പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? Yes, sir. Yes. Cos phi power factor which is R/Z. Tan phi എന്ന് പറയുന്നതിനെ ഇംപീഡൻസ് ട്രയാങ്കിളിൽ നിന്ന് XL minus XC divided by R. Impedance triangle il ninnu tan phi is equal to XL minus XC divided by R. Have you learned this also? Yes, sir. Yes, sir. Yes, XL minus XC divided by R cos phi R by Z. ഇനി അതേപോലെ Q factor എന്ന് പറയുന്ന ഒരാളെ പഠിച്ചിട്ടുണ്ട്. റെസണൻസ് ആംഗുലാർ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ബാൻഡ് വിഡ്ത്ത്. അതിന് 1/R root of L by C. Do you remember this also? Yes, sir. Yes. Quality factor അല്ലെങ്കിൽ Q factor അല്ലേ? Yes or no? Yes, sir. Yes. ഇനി മുകളിലേക്ക് പോവുകയാണെങ്കിൽ now you can see a branch which is called as devices. നമ്മൾ കുറെ ഡിവൈസിനെ പഠിക്കുന്നുണ്ട് അല്ലേ? ഉണ്ടോ? Yes, sir. Yes, sir. അതില് the devices that we have to learn in this electromagnetism, one is meter bridge. പഠിച്ചിട്ടില്ലേ meter bridge? It works on Weiston's Yes, sir. principle. This is the approximate circuit diagram of a meter bridge used to find out unknown resistance. Weiston's principle ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാം അല്ലേ? ഓർക്കുന്നില്ലേ meter bridge നെ?
ബാലൻസ് ലെങ്ത് കണ്ടുപിടിക്കും. Yes, sir. എന്നിട്ട് ബാലൻസ് ലെങ്ത് എന്ന് പറയുന്നത് ഗാലനോമീറ്റർ സീറോ ഡിഫ്ലക്ഷൻ ആവുന്ന സിറ്റുവേഷൻ. അപ്പൊ വീസ്റ്റോൺസ് പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ദെൻ പൊട്ടൻഷ്യോമീറ്റർ ഓർക്കുന്നുണ്ടോ? പൊട്ടൻഷ്യോമീറ്റർ Yes, sir. Yes, sir. പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ വീസ്റ്റോൺസ് പ്രിൻസിപ്പിൾ അല്ല. EMF is directly proportional to balancing length. അല്ലെ? EMF is directly proportional to balancing length. This is the working principle of a potentiometer. Do you remember this? Yes, sir. There Yes, is sir. two uses of potentiometer. Comparing the EMF between two cells. അതില് E1 by E2 is equal to L1 by L2. അല്ലേ? അല്ലേ? ഇതായിരുന്നു അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം. റേഷ്യോ ഓഫ് EMF റേഷ്യോ ഓഫ് ബാലൻസ് ലെങ്തിന് ഈക്വൽ ആയിരിക്കും. ഓർക്കുന്നില്ലേ? Yes, sir. No. Yes. Next is to find out the internal resistance of a cell by using potentiometer. Internal resistance small r is equal to external resistance into L1 by L2 minus 1. ഓർക്കുന്നില്ലേ? Yes, sir. Yes, L1 sir. എന്ന് പറയുന്നത് ഓപ്പൺ കീ വെച്ചിട്ടുള്ള ബാലൻസ് ലെങ്ത്, അല്ലെങ്കിൽ ഇവിടെയുള്ള റെസിസ്റ്റൻസ് ബോക്സിന് അടുത്തുള്ള കീ ഓപ്പൺ ആവുമ്പോഴുള്ള ബാലൻസ് ലെങ്ത്. L2 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആവുമ്പോഴുള്ള ബാലൻസ് ലെങ്ത്. ഡു യു റിമെമ്പർ ദാറ്റ്? Yes, sir. Yes. The next is galvanometer. അല്ലേ? ഗാൽവിനോമീറ്ററിന്റെ കറണ്ടും ഡിഫ്ലക്ഷനും തമ്മിൽ ഉണ്ടാക്കുന്ന റിലേഷൻ എന്താ? വാട്ട്സ് ദ ബേസിക് റിലേഷൻ ഫോർ ഗാൽവിനോമീറ്റർ? വായിക്കി. I is equal to G theta, where G is called as galvanometer constant or figure of merit. അല്ലേ? Galvanometer constant or Figure of merit. figure of merit. Galvanometer constant formula എന്താ? G is equal to K by NBA. K by NAB അല്ലെ NBA. Okay. Then the current sensitivity and voltage sensitivity of the galvanometer. Deflection per unit current നെയാണ് എന്ത് വിളിക്കുക? Current sensitivity, and we are having a formula 1 by G അല്ലെ? Current sensitivity theta by I, that is equal to 1 by G. ഓർക്കുന്നുണ്ടോ? Yes, sir. Yes. Deflection per unit voltage നെ നമ്മൾ voltage sensitivity എന്ന് വിളിക്കും. Voltage sensitivity theta by V, which is 1 by GR or IS by R. IS ആരാ? IS ആരാണ്? Current sensitivity. Current sensitivity. ഓർക്കുന്നില്ലേ? Yes, sir. ഗാൽവിനോമീറ്ററിന്റെ ഡയഗ്രാം ഇതാണ്, ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി you could see a branch which is dealing with conversion. കാണുന്നുണ്ടോ? Yes, sir. Conversion of galvanometer to an ammeter. How to convert a galvanometer into an ammeter? We can convert a galvanometer into an ammeter by connecting a shunt resistance parallel to it. അല്ലേ? ആണോ? Yes, sir. Yes. Shunt resistance ന്റെ വില S is equal to IGRG divided by I minus IG, where IG is the maximum current allowed through the galvanometer. RG resistance of galvanometer. I range of ammeter. I ആരാ? range of ammeter. Range of ammeter. അതേപോലെ conversion of galvanometer into a voltmeter പഠിച്ചിട്ടില്ലേ? Conversion of galvanometer into a voltmeter. To convert a galvanometer into a voltmeter, we have to connect galvanometer with a high resistance in series. അല്ലേ? High resistance in a series ആയിട്ട് കണക്ട് ചെയ്യണ്ടേ? Yes, sir. Yes. The high resistance that is required over here is R is equal to V by IG minus RG. IG ആരാ? Who's IG? Current passing through the galvanometer. Yes, maximum current allowed through the galvanometer. RG ആരാ?
Resistance of the Resistance galvanometer. of റെസിസ്റ്റൻസ് ഓഫ് galvanometer. ഗാൽവനോമീറ്റർ. വി എന്ന് പറയുന്നത് റേഞ്ച് ഓഫ് വോൾട്ട് മീറ്റർ. ഏത് റേഞ്ചുള്ള വോൾട്ട് മീറ്റർ ആണ് ഉണ്ടാക്കേണ്ടത് അത് അല്ലെ. അല്ലെ വോൾട്ട് മീറ്ററിന് മെഷർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം വോൾട്ടേജ് ആണോ? Yes, sir. Yes. Then you could see a branch AC generator. Are you seeing a branch AC generator? Yes, sir. Yes. AC generator എന്ന് പറയുന്നത് റെക്ടാങ്കുലർ കോയിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് EMF നെ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് അല്ലേ. E is equal to NBA omega sin omega t. This is the EMF created from an AC generator അല്ലേ. Clear? Yes, sir. Yes. Yes, sir. നമുക്ക് സിലബസിൽ ഇല്ലാത്തൊരു ഭാഗമാണ് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ. ഡിഡ് ഐ സ്പീക്ക് അബൌട്ട് വാൻ ഡി ഗ്രാഫ് ജനറേറ്റർ? ഐ എം നോട്ട് ഷുവർ. ചാർജ് Yes, sir. ജനറേറ്റിംഗ് ഡിവൈസ് Yes, പറഞ്ഞിട്ടുണ്ടോ? sir. പറഞ്ഞിട്ടുണ്ട്. ഒരു ഹൈ ഇലക്ട്രിക് ചാർജ് ജനറേറ്റ് ചെയ്യുന്ന ഡിവൈസ് അല്ലേ. Then Yes, sir. we are having another device which is in the syllabus, transformer. ഓർക്കുന്നില്ലേ ട്രാൻസ്ഫോമർ? ഹൈ വോൾട്ടേജ് AC നെ Yes, ലോ sir. വോൾട്ടേജ് AC ആക്കാനും തിരിച്ചാക്കാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഡിവൈസ് അല്ലേ. It is working on the principle of electromagnetic induction. It will have primary coil having N1 turns, secondary coil having N2 turns. The ratio of number of turns will be equal to ratio of voltage അല്ലേ. N1 by N2 is equal to V1 by V2 ആണോ? Yes or no? Yes, sir. Yes, sir. Efficiency of the transformer. Efficiency of the transformer എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പവർ ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. ഓർക്കുന്നില്ലേ? Yes, sir. ഐഡിയൽ ട്രാൻസ്ഫോമറിന് മാത്രമാണ് എഫിഷ്യൻസി 100% ഉള്ളത് അല്ലെങ്കിൽ 1 ഉള്ളത്. ബാക്കി എല്ലാ ട്രാൻസ്ഫോമറിനും എഫിഷ്യൻസി 1-നേക്കാൾ കുറവായിരിക്കും. ഡു യു റിമെമ്പർ ദാറ്റ് ഓൾസോ? Yes, sir. Yes, Yes, sir. sir. So we have solved that branch. Now cyclotron. Cyclotron എന്നുള്ളതും നിങ്ങളുടെ സിലബസ് നിന്ന് എടുത്തു മാറ്റിയൊരു ഭാഗമാണ്. Did I speak about that? No, sir. No, sir. No. Cyclotron എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ടിക്കിൾ ആക്സിലറേറ്റർ. മൈക്രോസ്കോപ്പിക് ചാർജ് പാർട്ടിക്കിളിനെ ആക്സിലറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സൈക്ലോട്രോൺ. സൈക്ലോട്രോൺ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു സ്പെസിഫിക് ഫ്രീക്വൻസി വേണം. ആ ഫ്രീക്വൻസിനെ സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് വിളിക്കും. സൈക്ലോട്രോൺ ഫ്രീക്വൻസി നമ്മുടെ റെസൊണൻസ് ഫ്രീക്വൻസി ഈക്വൽ ആണ്. ഡു യു റിമെമ്പർ റെസൊണൻസ് ഫ്രീക്വൻസി? Yes, Yes, sir. sir. 2 pi root of Fels. അപ്പം ഇത് സൈക്ലോട്രോൺ അല്ലേ. സൈക്ലോട്രോണ് ആ Yes, sir. കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി അല്ലേ. Yes, sir. Yes. ഇനി let me just move back over to here. നമ്മളുടെ ഇവിടെ ചാർജ് പാർട്ടിക്കിള് ഒരു പെർപെൻഡിക്കുലാർ മാഗ്നറ്റിക് ഫീൽഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, ചാർജ് പാർട്ടിക്കിള് പെർപെൻഡിക്കുലാർ മാഗ്നറ്റിക് ഫീൽഡിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ mv/qb. ഡു യു റിമെമ്പർ ദ ഫോർമുല? R is equal to mv/qb if a charge particle is moving in a perpendicular magnetic field. Yes or no? Yes, Yes, sir. Yes. V is equal to ആണെങ്കിൽ qbr divided by m. ഓർക്കുന്നില്ലേ? Yes, sir. Yes. ആ velocity of circular motion. Time period 2 pi m divided by qb. Do you remember this? Yes, Yes, sir. sir. Yes, sir. Frequency of circular motion qb divided by 2 pi m. ഓർക്കുന്നുണ്ടോ? Yes. Yes. അപ്പോൾ ഒരു ചാർജ് പാർട്ടിക്കിൾ പെർപെൻഡിക്കുലാർ മാഗ്നറ്റിക് ഫീൽഡിലാണെങ്കിൽ റേഡിയസ് mv/qb, വെലോസിറ്റി qbr/m, ടൈം പീരീഡ് 2 pi m/qb, ഫ്രീക്വൻസി qb/2 pi m. അത് നമ്മൾ ഈ ബ്രാഞ്ചിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല തോന്നുന്നു അല്ലേ? ഉണ്ടോ? No, sir. ഇല്ല. അപ്പം ഈ കാര്യവും നിങ്ങൾക്ക് ഓർത്തു വെച്ചോണ്ടി അല്ലെ. ഇപ്പൊ ചാർജ് പാർട്ടിക്കിൾസ് മൂവിങ് ഇൻ എ പെർപെൻഡിക്കുലാർ മാഗ്നറ്റിക് ഫീൽഡ്. ക്ലിയർ? Yes, sir. Yes, sir. Then there is a slight correction in the cyclotron frequency. Cyclotron frequency ഇതല്ല നമ്മളുടെ cyclotron frequency എന്ന് പറയുന്നത്. ഇറ്റ് ഇസ്, ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ, qb divided by time period 2 pi m/qb അല്ലേ?
ആണോ? യെസ് സർ. ഫ്രീക്വൻസി sir. സൈക്ലോട്രോൺ ഫ്രീക്വൻസി എന്ന് പറയുന്നത് QB ഡിവൈഡ് ബൈ 2πm ആണ് കേട്ടോ. വാട്ട്സ് ദ സൈക്ലോട്രോൺ ഫ്രീക്വൻസി? QB divided by 2πm. QB divided by 2πm. And related to cyclotron, the velocity is V is equal to QBR divided by M. Velocity കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? QBR divided by QBR divided by M. അതേപോലെ സൈക്ലോട്രോണിന്റെ റേഡിയസ് കൂട്ടുന്നതനുസരിച്ച് വെലോസിറ്റി കൂടും. ഓക്കെ, എന്തായാലും യു ജസ്റ്റ് കറക്റ്റ് ദിസ് ഫോർമുല. ഈ ഫോർമുല തെറ്റാണ് അല്ലേ? സൈക്ലോട്രോൺ ഫ്രീക്വൻസി 1/2π√LC അല്ല, എന്താണ്? QB divided by 2πm. Have you corrected that? yes sir. Yes, sir. Yes. So we have completed our branch. അല്ലേ, നമ്മളുടെ മൊത്തം ബ്രാഞ്ച് ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ചെയ്തില്ലേ? yes sir. Yes, sir. നിങ്ങൾ നോക്കി നോക്കൂ, ഒരൊറ്റൊരു ഡയഗ്രത്തിൽ നമ്മൾ എന്ത് ചെയ്തു? We have solved the complete ഇലക്ട്രോമാഗ്നറ്റിസം ആണോ? കംപ്ലീറ്റ് ഇലക്ട്രോമാഗ്നറ്റിസത്തിന് നമ്മൾ ഒരു ഡയഗ്രത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, ഡിസ്കസ് ചെയ്തോ? yes sir. Yes. You just look it in a minimized manner. നോക്ക്, ഇങ്ങനെ നിങ്ങൾ ഒരു പിക്ചോറിയൽ ആയിട്ട് കാര്യങ്ങളെ മെമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ലാസ്റ്റ് ഇൻ യുവർ മൈൻഡ് ഫോർ എ ലാർജ് പീരീഡ് ഓഫ് ടൈം. അപ്പോൾ നമുക്ക് എല്ലാ ഫോർമുലാസിനെയും ഓർത്ത് വെക്കണം എന്നുള്ള നിർബന്ധമാണ്. ബട്ട് ഇഫ് യു ആർ ജസ്റ്റ് ട്രൈങ് ടു പിക്ചർ ഇറ്റ് ലൈക്ക് ദിസ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം എന്നാല്, നിങ്ങളുടെ പബ്ലിക് എക്സാമിന് മുന്നേ ആയിട്ട് ഇതേ രീതിയിൽ വരച്ചിട്ടില്ലെങ്കിലും യു ഷുഡ് ഹാവ് യുവർ മൈൻഡ് മാപ്പ് റിഗാർഡിങ് ഓൾ ദ ഫോർമുലാസ്. നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയുള്ള ഒരു മൈൻഡ് മാപ്പ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തത് വേണം. ക്ലിയർ? yes sir. On reopening, I will be asking you. Okay. So we are concluding this class over here. We can see in our next class. Bye. Thank you, sir. Thank you sir. Thank you, sir. Thank you, sir.